കോഴിക്കോട് സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റതിൽ സ്കൂൾ അധികൃതർക്കെതിരെ പരാതിയുമായി കുടുംബം. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും അപകടത്തിന് ശേഷം സ്കൂൾ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു. എന്നാൽ കുടുംബത്തിന്റെ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് സ്കൂൾ. കഴിഞ്ഞ മാസം 2-ാം തീയതിയാണ് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. സ്കൂൾ അധികൃതർ ഉടൻ തന്നെ കുട്ടിയെ ബീച്ച് ആശുപത്രിയിൽ എത്തിക്കുകയും കുടുംബത്തെ വിവരമറിയിക്കുകയും ചെയ്തു. മാതാപിതാക്കൾ എത്തിയതിനു പിന്നാലെ ആശുപത്രി വിട്ട സ്കൂൾ അധികൃതർ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. വലതുകൈക്ക് ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥിയെ പിന്നീട് ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. നമ്മൾ മോൻ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് അവരാരും വന്ന് നോക്കില്ല. മോനെ ടീച്ചറോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ആരും വന്ന് നോക്കില്ല. അപ്പോൾ നമ്മൾ 10 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു പരാതി ടൗൺ സ്റ്റേഷനിൽ വെറുതെ കൊടുത്തു വെച്ചു. കാരണം എന്തെങ്കിലും ആവശ്യം വരുന്നതാണെങ്കിൽ എന്ന് വെച്ചിട്ട് അവർ കൊടുത്തു വെച്ചു. ടൗൺ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് നമ്മൾ 10 ദിവസം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയപ്പോൾ അവരുടെ ഡയലോഗൊക്കെ വേറെ. എന്താ പറയുക, നിങ്ങൾ പരാതി കൊടുത്തല്ലേ, ഞങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു നമ്മളെ, അപ്പോൾ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്നുള്ള ഡയലോഗാണ് അവർ പറഞ്ഞത്. വേറെന്തോ ഒരു ഗുണ്ടകളമാതിരി അവർ പറയുന്നത്. നിങ്ങളെ കൈയുമ്പോൾ നോക്കിയോ, എന്താ നിങ്ങൾ പരാതി കൊടുത്തില്ല, നിങ്ങൾ അത് നോക്കിയോ, അല്ലെങ്കിൽ സാമ്യമായിട്ടുള്ളൊരു ഭാഷ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. വലതുകൈ ഒടിഞ്ഞതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി. ചികിത്സയിലായിരുന്ന 10 ദിവസത്തിനിടെ സ്കൂൾ അധികൃതർ വിവരങ്ങൾ അന്വേഷിച്ചില്ലെന്നും സഹായം വാഗ്ദാനം ചെയ്തില്ലെന്നും കുടുംബം പറയുന്നു. സ്കൂളിൽ വേണ്ടത്ര സുരക്ഷയില്ലായിരുന്നുവെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയും പറയുന്നു. അവിടെ അങ്ങനെ വീണടിക്കാൻ മതിലൊന്നും അങ്ങനെ ഇല്ല. പിന്നെ 2ാം ഫ്ലോർ കഴിഞ്ഞ് 1ാം ഫ്ലോർ മാത്രം ഇത് ഇടയിൽ കൂടി 2 ഗിൽസ് 1 ഗിൽസ് എന്തോ ഉള്ളൂ. ഞങ്ങളെ ഫ്ലോറിന് 2ാം ഫ്ലോറും 3ാം ഫ്ലോറും ഗിൽസ് ഇല്ല. പിന്നെ ആ വീണ ആ ഭാഗത്തേക്ക് അവിടെ ഗിൽസ് ഇല്ല. സ്കൂളിനെതിരെ വിദ്യാർത്ഥിയുടെ പിതാവ് കോഴിക്കോട് ടൗൺ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും ശിശുക്ഷേമ വകുപ്പിനും പരാതി നൽകാനാണ് തീരുമാനം. എന്നാൽ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വാദം. ന്യൂസ് മലയാളം, കോഴിക്കോട്.